National Federation of the Blind. Audio drama competition for visually impaired conducting by National Federation of the Blind, Kerala branch. കാഴ്ച പരിമിതരുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന. മെമ്പർഷിപ്പിനും മറ്റു വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്, അഫിലിയേറ്റഡ് ടു വേൾഡ് ബ്ലൈൻഡ് യൂണിയൻ, കേരള സ്റ്റേറ്റ് ബ്രാഞ്ച്, ആശ്രമം റോഡ്, കാലടി PO, എറണാകുളം 683574. ഇമെയിൽ nfbkerala@gmail.com. ഫോൺ 9400468906. Use headphones for best sound experience. നവജ്യോതി ക്രിയേഷൻസ് അഭിമാന പരിസരം കാഴ്ചവെക്കുന്നു. അവൾക്കൊപ്പം. രചനാ സംഭാഷണം അനിലാമോൾ K, അബി ജോണി. സംവിധാനം ജോബിൻ ചാക്കോ മാവേലിക്കര. സംവിധാന സഹായം രഞ്ജിത്ത് CS, ഉഴവൂർ. ശബ്ദമിശ്രണം ഖദ്രേഷ്, മുഹമ്മദ് അസ്ലം, അഖിൽ സുധികുമാർ. ശബ്ദം നൽകുന്നവർ അമൽരാജ് CM, ഷിഫ്ന മറിയം, സജീവൻ N, നീരജ R, അനിലാമോൾ K, ജോബിൻ ചാക്കോ, അദീന രാജു, നന്ദു സുരേഷ് തമ്പി, മുഹമ്മദ് അസ്ലം, അഖിൽ സുധികുമാർ, അബി ജോണി. അവൾക്കൊപ്പം അവൾക്കൊപ്പം അവൾക്കൊപ്പം. എന്റെ ദൈവമേ, ഇന്നും എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാനും അതിനെ ഓമനിച്ചേനെ. എന്തൊരു വിധിയാണ് എന്റേത്. ഞാൻ ആരോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനെ വന്ന് ഭവിച്ചത്? ഹലോ അച്ഛാ. രഞ്ജിനി മോളോ? അതെ, ഞാൻ തന്നെയാ. എന്താ മോളെ പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള ഈ ഒരു വിളി? അച്ഛാ, അത് പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മോളെ? എന്റെ അച്ഛൻ ഒരു മുത്തശ്ശനാകാൻ പോകുന്നു. ആണോ മോളെ? അതെ അച്ഛാ. അച്ഛന് സന്തോഷമായി, ഒത്തിരി ഒത്തിരി സന്തോഷമായി. പിന്നെ നീ ഈ വിവരം വിനീതിനോട് പറഞ്ഞോ? ഇല്ല അച്ഛാ, പറഞ്ഞില്ല. അവനോടല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്? അച്ഛൻ പറഞ്ഞത് ശരിയാ, പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അതെന്തിനാ പേടിക്കുന്നേ? ഇതൊരു നല്ല വാർത്തയില്ലേ? വിനീതേട്ടനും അമ്മയും ഇതെങ്ങനെ എടുക്കുന്ന? അതും മാത്രമല്ല അച്ഛാ, കൊടുക്കാവുന്ന പറഞ്ഞ സ്ത്രീധനം നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുമില്ലല്ലോ. വീട്ടിലൊരു കുഞ്ഞ് വരണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? ശരിയാ. അതൊക്കെ പോട്ടെ, അവിടെ എന്തുണ്ട് വിശേഷം? ഇവിടെന്താ പ്രത്യേകിച്ച്? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ധാരാളം ഉണ്ടല്ലോ. പിന്നെ നിന്റെ പഠനം, ഫീസ്, രജനിമോളുടെ പഠനം, ഫീസ്, അതുപോലെ നിന്റെ വിവാഹത്തിന്റെ കടം, മാത്രമല്ല നിന്റെ സ്ത്രീധന തുക മുഴുവൻ ഇതുവരെ നമ്മൾ കൊടുത്തു തീർത്തിട്ടില്ലല്ലോ. ദൈവമേ, എന്റെ അച്ഛൻ ഒറ്റയ്ക്ക് എല്ലാ ഭാരവും ചുമക്കുമ്പോ ഒരു രീതിയിലും എനിക്ക് അച്ഛനെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ. അതൊന്നും സാരമില്ല മോളെ. മോൾ എപ്പോഴും സന്തോഷമായിരുന്നാൽ മതി. രജനിമോളുടെ പിറവിയോടെ അമ്മ പോയി. എങ്കിലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ
ഞങ്ങളെ രണ്ടുപേരെയും ഒരുപാട് കഷ്ടപ്പെട്ട് അച്ഛൻ നോക്കി വളർത്തിയില്ലേ? അതൊക്കെ ഒരച്ഛന്റെ കടമയല്ലേ മോളെ. എന്നാൽ ശരി മോളെ, നീ ഫോൺ വെച്ചോ. രജനി മോള് വരുമ്പോൾ ഞാൻ വിളിക്കാം. ശരി അച്ഛാ. ആ പിന്നെ ഞാനും രജനി മോളും അടുത്ത് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്കും അച്ഛനെ കാണാൻ കൊതിയാവുന്നു. അച്ഛന് ഒന്നേ പറയാനുള്ളൂ, വെറുതെ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഓർത്ത് എന്റെ മോള് സങ്കടപ്പെടരുത്. അതുപോലെ ഭക്ഷണമൊക്കെ നന്നായി കഴിക്കണം കേട്ടോ. ശരി അച്ഛാ. ആരോടാടി? കുറെ നേരമായല്ലോ ഫോണിൽ കൊഞ്ചു കൊഴിയാൻ തുടങ്ങിയിട്ട്. ആരാ? അമ്മ, അത് എന്റെ അച്ഛനാ. എന്താ ഇപ്പൊ അവിടെ പ്രത്യേകിച്ച്? അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലമ്മേ. എന്തോ നിനക്ക് പറയാനുണ്ടല്ലോ. എന്താടി? അത് പിന്നെ അമ്മ, ഞാൻ ഗർഭിണിയാണ്. എന്ത്? ഗർഭിണിയോ? തരാനുള്ള കാശ് ഇതുവരെ തന്ന് തീർത്തിട്ടില്ല. 8 മാസമായി. എല്ലാം തന്ന് തീർത്തിട്ട് മതി, കുട്ടികളും കുടുംബമൊക്കെ. അമ്മ, അത് അവനിങ്ങോട്ട് വരട്ടെ. രഞ്ജു, എത്ര നേരമായി ഞാൻ ഈ കിടന്ന് കോളിംഗ് ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട്? എവിടെയായിരുന്നു നീ? ഏട്ടാ, ഞാൻ അടുക്കളയിലായിരുന്നു. അത് പോട്ടെ, നിന്റെ അച്ഛൻ വിളിച്ചിരുന്നോ? കുറച്ചു മുൻപ് വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഓ, അപ്പൊ വിളിയൊക്കെ ഉണ്ട്. എനിക്കറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. തരാന്ന് പറഞ്ഞ ബാക്കി തുക അതെന്ന് എൻ്റെ കയ്യിൽ കിട്ടും? വിനീതേട്ടാ, അത് എന്തത്? 8 മാസമായില്ലേ എന്നിട്ട് ഈ കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഞാനെന്താ ഒരു മണ്ടനാണെന്ന് വിചാരിച്ചോ? നിന്റെ പൂങ്കണ്ണീര് കാണാനല്ല ഞാൻ ഈ കിടന്ന് വർത്താനം പറയുന്നത്. നിന്റെ വീട്ടിൽ മാത്രമല്ല, ഇവിടെയുണ്ട് കടവും ബാധ്യതകളും ഒക്കെ. സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ കാശ് കിട്ടിയിട്ട് വേണം ഈ തുക്കട ബൈക്ക് മാറ്റി എനിക്കൊരു നല്ല കാറ് വാങ്ങാൻ. ഞാൻ ചോദിക്കുന്നതേ ഒരു ഔദാര്യമല്ല, നിന്നെ കെട്ടിയതിൻ്റെ പേരിൽ എനിക്ക് കിട്ടേണ്ട അവകാശം. അത് നിന്റെ തന്ത തന്ന ഉറപ്പ്. അതുകൊണ്ടേ പുന്നാര മോള് തന്തയെ വിളിച്ച് കാര്യം പറ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ബാക്കി കിട്ടിയിട്ട് മതി, കുട്ടികളും കുടുംബമൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തായി? നീ അനുഭവിച്ചോ? അമ്മ എന്താ ഈ പറയുന്നേ? അത് ശരി, അപ്പൊ ഇവള് നിന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? എടാ, ഇവൾക്ക് വയറ്റിലുണ്ടെന്ന്. എന്ത്? അമ്മ എന്താ പറഞ്ഞേ? ദേ മുന്നിൽ നിക്കല്ലേ, അങ്ങോട്ട് ചോദിച്ചു നോക്ക്. നേരാണോ രഞ്ജു? ഞാൻ കേട്ടത് സത്യമാണോ? അച്ഛനാവാനും കുട്ടിയെ നോക്കാനൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാത്തിനും പണം വേണ്ടേ? അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശരി, എന്നാ നീ ചെല്ല്. അല്ല, എന്താ നിന്റെ പരിപാടി? ഇവളുടെ താളത്തിനത് തുള്ളി കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കാന്നോ? നീ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ വിനീതേ. അല്ലമ്മേ, ഈ വീട്ടിൽ ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകാൻ പോവല്ലേ, അപ്പോ നമ്മൾ അവളോട് എങ്ങനെയാ? ഓ, എനിക്കറിയാമായിരുന്നു അവസാനം നീ ഇങ്ങനെ തന്നെ പറയുമെന്ന്. എന്തൊക്കെയായിരുന്നു അവന്? വീടൊന്ന് പുതുക്കി പണിയണം, പുതിയ കാറ് വാങ്ങണം, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്. എന്നിട്ടിപ്പോഴോ? അതിനും മാത്രം എന്താ അമ്മ ഇപ്പൊ ഇവിടെ ഉണ്ടായി? അതൊക്കെ ഇനിയും ആവാലോ. അതൊക്കെ ഇനി എന്ന് നടക്കാനാ? എടാ, ഞാനൊരു പെണ്ണ് തന്നെയാ. നിനക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. ഈ ആണുങ്ങളുടെ മനസ്സിലേക്ക് കയറാനുള്ള പെണ്ണിന്റെ ഒരു തരം അടവല്ലേ ഈ ഗർഭം എന്നൊക്കെ പറയുന്നത്. പിന്നെ എല്ലാം അവളുടെ കയ്യിലായിക്കോളുമല്ലോ. പിന്നെ ഇവളുടെ കാര്യമായതുകൊണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ കാശ് തരുന്നത് നീട്ടിവെക്കാൻ വേണ്ടി ഇവളുടെ തന്തയും കൂടി കളിക്കുന്ന നാടകമാണെങ്കിലോ ഇത്? അവൾ അങ്ങനെയൊക്കെ ചെയ്യൂ? അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. ഇനി നീ കണ്ടോ, അവളുടെ തന്തയും പിന്നെ ആ നരുന്തില്ലേ, അവളുടെ ഇളയ ഒരുത്തി, അവർ 2 പേരും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരും, കൊച്ചിനെ കാണാൻ, അമ്മയെ കാണാൻ എന്നൊക്കെ പറഞ്ഞു. അവരുടെ എല്ലാവരുടെയും ചെലവ് ഇനി നീ എടുക്കേണ്ടി വരും. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ അമ്മ പറഞ്ഞു വരുന്നേ? തൽക്കാലം
കൊച്ചിനെ വേണ്ടെന്ന് വെക്കാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ആദ്യം കാശ് തരട്ടെ, എന്നിട്ട് എത്ര വേണമെങ്കിലും ആവാലോ. പിന്നെ ഒരു കാര്യം കൂടിയും പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള കുട്ടിയല്ലേ അവള്. എന്നിട്ടും ഇവിടെ വന്നിട്ട് ഏതാണ്ട് കോഴ്സ് നോക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് രാവിലെ ഇറങ്ങി പോകുന്നതല്ലേ ഒരുങ്ങി കെട്ടിയിട്ട്. അഥവാ അവൾക്ക് അങ്ങനെ ഒരു ഗർഭം ഉണ്ടെങ്കിൽ അത് നിന്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ നിനക്ക് പറ്റുമോ? അമ്മേ, അനാവശ്യം പറയരുത്. അയ്യോ മോനെ, ഞാനത് അങ്ങനെ പറഞ്ഞതല്ല. മതി, എനിക്കിവിടെ നിന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത് കുഴപ്പമായി പോയോ? ഒരമ്മയും മകനോട് പറയാൻ പാടില്ലാത്ത വർത്തമാനമൊക്കെയാ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞ്. അവനെന്നെ എരിവി കയറ്റാൻ വേണ്ടി അപ്പ വായിലതേ വന്നുള്ളൂ. അവനിനി എന്ത് വിചാരിച്ച് കാണുമെന്തോ. എന്തൊക്കെയായിരുന്നു അവൻ്റെ വർത്തമാനങ്ങളും വീരവാദങ്ങളും. പെണ്ണ് കെട്ടിയ ഉടനെ കാശുകാരനാകും, പിന്നെ അത് ഇത്. എന്തൊക്കെയായിരുന്നു എൻ്റെ പൊന്നടാവേ. അവസാനം ഇപ്പൊ അവളുടെ കുടുംബവും കൂടെ നിന്റെ വലയിലായി. അല്ലളിയ, ഇനി നിന്റെ അമ്മ പറഞ്ഞ പോലെ അത് നിന്റെ കൊച്ചു തന്നെയാണോടാ? എങ്ങനെ നീ പണങ്ങി പോവാണോ? ഇത് ഫിനിഷ് ചെയ്തിട്ട് പോലെ. ഹലോ ചേച്ചി, ഇത് ഞാനാ, ചേച്ചിയുടെ രജനി മോളാ. ആഹാ, മോളായിരുന്നോ? അച്ഛൻ പറഞ്ഞായിരുന്നു രജനി മോള് വന്നാൽ ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിക്കാന്ന്. കൺഗ്രാറ്റ്സ് ചേച്ചി. വാവ എപ്പ വരും? എനിക്ക് കാണാൻ കൊതിയാകുന്നു. എനിക്കും അങ്ങനെ തന്നെയാ. ആ ചേച്ചി, ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ, ഏട്ടൻ വരുന്നു തോന്നുന്നു. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാമേ. ശരി ശരി, ഏട്ടനോട് എന്റെ അന്വേഷണം പറയണേ. ശരി, നാളെ കാണാം. വിനീതേട്ടൻ കുടിച്ചിട്ടുണ്ടോ? ആ, ഉണ്ട്. കുഞ്ഞുവാവ വരാൻ പോകുന്ന സന്തോഷത്തിൽ കഴിച്ചതല്ലേ? ചിലപ്പോൾ കാശ് തരുന്നത് നീട്ടി വെക്കാൻ വേണ്ടി ഇവളുകളുടെ തന്നെ കൂടി കളിക്കുന്ന നാടകമാണെങ്കിലോ ഇത്? എന്തൊക്കെയായിരുന്നു എൻ്റെ പൊന്നടാവേ. അവസാനം ഇപ്പൊ അവളുടെ കുടുംബവും കൂടെ നിന്റെ വലയിലായി. അഥവാ അവൾക്ക് അങ്ങനെ ഒരു ഗർഭം ഉണ്ടെങ്കിൽ അത് നിന്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ നിനക്ക് പറ്റുമോ? അല്ലളിയ, ഇനി നിന്റെ അമ്മ പറഞ്ഞ പോലെ അത് നിന്റെ കൊച്ചു തന്നെയാണോ? എന്താ ഏട്ടാ ആലോചിക്കുന്നേ? ഞാൻ വന്ന് കയറുന്ന സമയത്ത് നീ ആരുടെ അടി ചൊല്ലിക്കൊണ്ടിരുന്നേ? അത് പിന്നെ രജനി മോളാ. നമുക്ക് നാളെ കാണാന്നൊക്കെ നീ പറയുന്നുണ്ടായിരുന്നല്ലോ. ആരോട് അടി? ഞാൻ പറഞ്ഞത് സത്യമാണ്. അച്ഛനും രജനി മോളും കൂടെ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അവരോട് പറഞ്ഞതാ നാളെ കാണാമെന്ന്. അവിടെ അടിപൊട്ടി തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞത് ഏറ്റിട്ടുണ്ട്. അതെന്തിനാടി അവരെ ഇങ്ങോട്ട് കെട്ടിയിരുന്നേ? എടി പറയടി.
അയ്യോ തല്ലേട്ടാ, എന്നെ ഉപദ്രവിക്കല്ലേ. അയ്യോ അമ്മേ, അയ്യോ എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞ്. ഡോക്ടർ, എൻ്റെ മകൾക്ക് എന്ത് പറ്റി? അവളെ എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ? രഞ്ജിനി എന്ന പേഷ്യൻറ്റിൻ്റെ അച്ഛനാണോ? അതെ. നിങ്ങൾ ഇരിക്കൂ, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുവാനുണ്ട്. നിങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് ആയിരുന്നു അല്ലേ? അതെ ഡോക്ടർ. എൻ്റെ മകൾക്ക് എന്ത് പറ്റി? ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അവരുടെ ഇടയിൽ ഉണ്ടായതായി എനിക്കറിയില്ല. പിന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവന് കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അതിടയ്ക്കിടെ അവൻ സൂചിപ്പിക്കാറുണ്ട് എന്ന് അവൾ എന്നോട് പറയാറുണ്ട്. സ്ത്രീധന തുകയാണോ? അതെ. എനിക്ക് തോന്നി. അപ്പോൾ അത് തന്നെയാണ് കാര്യം. ഞങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പോലീസോ? നിങ്ങളെയാണ് ആദ്യം പറയേണ്ടത്. സ്ത്രീധനം വാങ്ങുന്നത് മാത്രമല്ല, കൊടുക്കുന്നതും കുറ്റകരമാണ്. എന്താ അതറിയില്ലേ? നിങ്ങൾ സ്ത്രീധനം വാങ്ങിച്ചിട്ട് തന്നെയാണോ കല്യാണം കഴിച്ചത്? അല്ല, അവൾക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഡോക്ടർ, എൻ്റെ മകൾക്ക് എന്ത് പറ്റി? പറയൂ ഡോക്ടർ. ഞാൻ പറയുന്നത് താൻ സമാധാനമായി കേൾക്കണം. കുട്ടിയുടെ ഹസ്ബൻഡും അമ്മയുമാണ് ഇവിടെ എത്തിച്ചത്. എന്തോ കാല് തെറ്റി വീണെന്നാ മറ്റോ ആണ് ഇവിടെ പറഞ്ഞത്. അത് വിശ്വസിക്കാനാണെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കപ്പോഴേ കാര്യം മനസ്സിലായി. അയ്യോ, അപ്പോൾ എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത്? മുഖത്തും മറ്റും അടിയേറ്റതിൻ്റെ പാടുണ്ട്. പിന്നെ അടിവയറ്റിൽ ചവിട്ടിയതിൻ്റെ പാടും. ഹസ്ബൻഡായിരിക്കും ഇതെല്ലാം ചെയ്തത് അല്ലേ? ദൈവമേ, എന്തൊരു മഹാപാപമാണ് എൻ്റെ പൊന്നുമോളോട് അവൻ ചെയ്തത്. എന്നാലും അവന് നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അയാളുടെ കാര്യം ഇനി പോലീസ് നോക്കിക്കൊള്ളും. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ മാത്രമാണ് ഇനി അവളുടെ ഏക ആശ്രയം. വരൂ, അവൾക്ക് ബോധം വീണിട്ടുണ്ടോ? നമുക്ക് കാര്യങ്ങൾ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം. രഞ്ജു, ഇവിടെ ഉണ്ടായിരുന്നോ? ഓ, എന്തൊരു മഴയല്ലേ. എപ്പോൾ തുടങ്ങിയതാ? മോളെ, ഞാൻ ഈ പറയുന്നതല്ല നീ കേൾക്കുന്നുണ്ടോ? എന്താ മോളെ, മുഖമാകെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. പറ മോളെ, എന്താണെന്ന് അച്ഛനോട് പറയേ. അത് പിന്നെ അച്ഛാ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ. ഓ, വിനീതിന്റെ കാര്യമാണോ? അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ മോളെ. നീ ഇപ്പോഴും അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ചെല്ലേ, മോള് പോയി കിടന്നുറങ്ങ്. നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ? ശരി അച്ഛാ.
ഇന്ന് ഒരുപാട് ലേറ്റായി. അയ്യോ, ഇന്നത്തെ ഹാഫ് ഡേ പോയി കിട്ടി. ഇറങ്ങാറായില്ലേ മോളെ? ദാ ഇറങ്ങും അച്ഛാ. പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം കേട്ടോ. ഓ ആയിക്കോട്ടെ. രഞ്ജിനി മാഡം ഇറങ്ങാൻ നിൽക്കുമായിരുന്നോ? അതെ. മാഡത്തിനൊരു രജിസ്റ്റേർഡ് ഉണ്ടായിരുന്നു. എനിക്കോ? അതെ, ദാ ഇവിടെ ഒരു സൈൻ. ആ ഓക്കെ. ശരി മാഡം. ആരാ മോളെ രജിസ്റ്റേർഡൊക്കെ അയക്കാൻ? നോക്കട്ടെ അച്ഛാ. ഇത് വിനീതേട്ടന്റെ കത്താണ്. അവനോ? അവനെന്തിനാ നീ കത്തയക്കുന്നേ? അല്ലെങ്കിൽ തന്നെ എന്റെ ആവശ്യം എന്താ? ആ നീ വായിക്ക്, കേക്കട്ടെ. പ്രിയപ്പെട്ട രഞ്ജിനി, ഇങ്ങനെ ഒരു കത്തെഴുതാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എങ്കിലും കുറ്റബോധം കൊണ്ട് നീറുന്ന എനിക്ക് ആകെയുള്ളൊരാശ്വാസമാണ് ഈ എഴുത്ത്. വായിക്കാനുള്ള കാരുണ്യം നീ കാട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ എഴുതുന്നത്. തെറ്റുകൾ മാത്രമാണ് ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത്. നീ വന്ന നാൾ മുതൽ അവഗണനയും പരിഹാസവും വേദനയും മാത്രമാണ് ഞാൻ നിനക്ക് തന്നത്. ഏറ്റവും ഒടുവിൽ ഒരു പെണ്ണിനും മറക്കാനും പൊറുക്കാനും കഴിയാത്ത ആ വലിയ നമ്പരം. ആ നാളുകളിൽ ഞാൻ എത്രമാത്രം ക്രൂരനായിരുന്നു എന്ന് തിരിച്ചറിയും. ഞാൻ വളരെ വൈകിപ്പോയി. ഒരു ന്യായീകരണവും എനിക്ക് പറയാനാവില്ല. കാരണം വിവാഹം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയിരുന്നത് പണവും ഉയർന്ന അന്തസ്സും മാത്രമായിരുന്നു. ദാമ്പത്യത്തിൻ്റെ കെട്ടുറപ്പ് പരസ്പര സ്നേഹത്തിലാണെന്ന് ആരും എനിക്ക് പറഞ്ഞു തന്നിരുന്നില്ല. എന്നെ തിരുത്തേണ്ട എൻ്റെ അമ്മ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു പക്ഷേ നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കുമ്പോൾ തൻ്റെ മകൻ തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന ചിന്തയാവാം അമ്മയെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ടുണ്ടാവും. പിന്നെ മദ്യപിക്കാൻ മാത്രം ഉപകാരമുള്ള കൂട്ടുകാർ കൂടിയായപ്പോൾ ഞാൻ എത്രമാത്രം അധപതിച്ചു എന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. ആരുടെ എല്ലാമോ വാക്ക് കേട്ട് നിന്നെ സംശയിച്ച ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ കൊന്ന മഹാഭാവിയാണ്. ഒരു ദൈവവും എന്നോട് ക്ഷമിക്കില്ല. ഒരു പ്രായശ്ചിത്തത്തിന് എന്നെ മോചിപ്പിക്കാനാവില്ല. പക്ഷേ ഞാൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത നീ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നോർത്താണ് രഞ്ജിനി എൻ്റെ വേദന. നിന്നോട് മാപ്പ് ചോദിക്കാനും നിന്നെ ആശ്വസിപ്പിക്കാനും ഒന്നും എനിക്കൊരർഹതയുമില്ല. മഹാഭാവിയായ എനിക്ക് ആകെ ചെയ്യാനുള്ളത് ഈ എഴുത്തിലൂടെ എൻ്റെ മനസ്സ് നിന്നെ അറിയിക്കുക എന്നത് മാത്രമാണ്. ഇനി എനിക്കൊരു ജീവിതമുണ്ട് അറിയില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു ഭർത്താവായി ഞാൻ ജീവിക്കും. കാരണം സ്ത്രീധനമല്ല സ്നേഹമാണ് തന്നെയെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിന്നിൽ ആവശ്യത്തിലധികം ഉണ്ടായിട്ടും കാണാൻ പറ്റാതെ പോയതിൽ ഇന്ന് ഞാൻ ഖേദിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുമോ എന്നെനിക്കറിയില്ല. കാണുകയാണെങ്കിൽ നിൻ്റെയും അച്ഛൻ്റെയും കാൽക്കൽ വീണ് 1000 തവണ മാപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറെ കുറ്റബോധത്തോടെ വിനീത്. ഇനി ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? മോളെ, ഈ കുടുംബത്തിൻ്റെ അന്തസ്സ്
രജനിമോളുടെ ഭാവി, നിന്റെ കാര്യം ഇനി എന്താകും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ നിർബന്ധിച്ച് നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അതുമല്ലെങ്കിൽ പോകുന്നതല്ലേ നല്ലത് എന്ന ഭംഗിവാക്കെങ്കിലും പറയാം. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം ഇനിയുള്ള നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം നിനക്കുള്ളതാണ്. തന്നെയുമല്ല, ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കുന്നതിന് സ്വന്തമായി ഇന്ന് നിനക്കൊരു ജോലിയുണ്ടല്ലോ. കഴിഞ്ഞ കാലത്തെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വരും കാലത്തെ ജീവിതത്തിന് നിന്റെ മനസ്സിൽ കൂടുതൽ ശക്തി പകരുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള തീരുമാനം ഞാൻ നിനക്ക് വിടുന്നു. എൻ്റെ മോള് എന്ത് തീരുമാനമെടുത്താലും ഒരച്ഛനെന്ന നിലയിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട്. അതെ, ആ തീരുമാനം നമുക്ക് അവൾക്ക് വിടാം. അവളുടെ ജീവിതം എങ്ങനെയാവണമെന്ന് അവൾ നിശ്ചയിക്കട്ടെ. സാമൂഹിക പുരോഗതിയുടെയും സാക്ഷരതയുടെയും നവോത്ഥാനത്തിൻ്റെയും ഈറ്റില്ലമായ നമ്മളുടെ ഈ കേരളത്തിൽ സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്ത് പൂർവാധികം ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. തങ്ങളുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിരസിക്കപ്പെടുന്നത് കൊണ്ടുകൂടിയാണ് ഇത്തരം സ്ത്രീധന പീഡനങ്ങളും പ്രണയ കൊലപാതകങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ തീരുമാനത്തിന് പ്രാധാന്യം നൽകാനും അവരുടെ ഇഷ്ടങ്ങളെ ബഹുമാനിക്കാനുള്ള സാമൂഹിക പക്വതയാണ് കാലം ആവശ്യപ്പെടുന്നത്. അവൾക്കൊപ്പം നാടകം സമാപിക്കുന്നു. രചനാ സംഭാഷണം അനിലാമോൾ കെ, അബി ജോണി. സംവിധാനം ജോബിൻ ചാക്കോ, മാവേലിക്കര. സംവിധാന സഹായം രഞ്ജിത്ത് CS, ഉഴവൂർ. ശബ്ദമിശ്രണം ഖദ്രേഷ്, മുഹമ്മദ് അസ്ലം, അഖിൽ സുധികുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: വിനീത്, അമൽരാജ് CM, രഞ്ജിനി, ഷിഫ്ന മറിയം, വിനീതിൻ്റെ അമ്മ നീരജ R, രഞ്ജിനിയുടെ അച്ഛൻ സജീവൻ N, ഡോക്ടർ നന്ദു സുരേഷ് തമ്പി, പോസ്റ്റ് വുമൺ അദീന രാജു, രജനിമോൾ അനിലാമോൾ കെ. മദ്യപാനികളായ സുഹൃത്തുക്കൾ: മുഹമ്മദ് അസ്ലം, അബി ജോണി, ജോബിൻ ചാക്കോ, അഖിൽ സുധികുമാർ.